നമ്മുടെ മലയാളത്തിലെ വീര പൗരുഷം എന്ന് വിശേഷിപ്പിക്കാവുന്ന ജയന്റെ ഏറ്റവും നല്ല ചിത്രമാണ് ജനങ്ങൾ ആകർഷിച്ച ശരവഞ്ചരം വീണ്ടും റിലീസ് ചെയ്യുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു പ്രസ് മീറ്റാണിത്. അതിൽ പങ്കെടുക്കുന്നത് നമ്മുടെ ഈ സിനിമ ഇവിടെ റിലീസ് ചെയ്യുന്ന റോഷിംഗ എന്റർപ്രൈസസിന്റെ പവൻ കുമാർ, ഒരു റോയി, ഒരു സയൻസ് അസോസിയേഷൻ്റെ ആളാണ്, ഇങ്ങനെ ഡയറക്ടറാണ്. അപ്പം ഈ സിനിമയെക്കുറിച്ച് വിശദീകരിക്കാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന നമ്മുടെ റോയി നിങ്ങളോട് കൂടുതൽ സംസാരിക്കുന്നതാണ്. 70കളിലും 80കളിലും സിനിമ കണ്ടു തുടങ്ങിയ ആളുകളുടെ ഗ്രഹാതിരത്വം നിറഞ്ഞ ഓർമ്മയുടെ മണിച്ചപ്പ് തുറക്കുമ്പോൾ അതിൽ ഏറെ തിളക്കമുള്ള ഒരു രത്നമാണ് ശരവഞ്ചരം. 1979 റിലീസായ ആ ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിൽ നാളതുവരെയുള്ള സകല കളക്ഷൻ റെക്കോർഡുകളും തിരുത്തിക്കുറിച്ചുകൊണ്ട് മാറ്റത്തിന്റെ ഒരു പുതിയ പാത വെട്ടിത്തെളിക്കുകയായിരുന്നു. അതുവരെ മലയാള സിനിമ കണ്ടിരുന്നത് നന്മ നിറഞ്ഞ കഥാപാത്രങ്ങൾ, തുടക്കം മുതൽ ഒടുക്കം വരെയും നന്മയുടെ പരിവേഷമായി തിന്മയുടെ മുകളിൽ ആധിപത്യം നേടുന്ന, അല്ലെങ്കിൽ സ്ത്രീ കഥാപാത്രങ്ങളായാൽ പോലും ആദർശ കുടുംബിനി, ശീലാവതി, ആ വാർപ്പ് മാതൃകയിൽ നമ്മൾ കണ്ടു പരിചയിച്ച കഥാപാത്രങ്ങളിൽ നിന്നും തിന്മയുടെ പ്രതിരൂപമായ ഒരു കേന്ദ്ര കഥാപാത്രം, സ്ത്രീ കഥാപാത്രം പോലും പതിവ് വാർപ്പ് മാതൃകയിലല്ലാതെ തെറ്റായ വഴികളിലൂടെ കടന്നു പോവുകയും മാനസാന്തരം വരികയൊക്കെ ചെയ്യുന്ന വിധത്തിൽ വ്യത്യസ്തമായ ഒരു പ്രമേയം, ഒരു പുതുമയുള്ള പ്രമേയമായിരുന്നു. അതിൻ്റെ ചടുലമായ ആവിഷ്കാരവും കലാപരമായ ഔന്നത്യവും സാങ്കേതിക തികവും എല്ലാം കോർത്തിണക്കിയാണ് പ്രഗത്ഭ സംവിധായകനെ ഹരിഹരൻ ആ ചിത്രം അണിയിച്ചിരിക്കുന്നത്. ഹരിഹരൻ എന്ന സംവിധായകന്റെ കരിയറിൽ അദ്ദേഹം തുടക്കകാലത്ത് വളരെ ലൈറ്റായിട്ടുള്ള ചിത്രങ്ങളാണ് ചെയ്തിരുന്നത്. ലേഡീസ് ഹോസ്റ്റൽ, ബാബുമോൻ, അമ്മണി അമ്മാവൻ, അതുപോലെ ആകാശം, ഇങ്ങനെ സ്ഥിരം തമാശയും സിംകൂട്ടേടിയും ഒക്കെ ആയിട്ടുള്ള ആ ചിത്രങ്ങളിൽ നിന്നും പിൽക്കാലത്ത് നാം കണ്ട ഹരിഹരൻ എന്ന മഹാസംവിധായകനിലേക്ക് ഒരു സീരിയസ് ചിത്രങ്ങൾ എടുക്കുന്ന ഒരു സംവിധായകന്റെ ഒരു ക്ലാസ്സിലേക്ക് ഹരിഹരൻ ഉയരുന്നത് 1979 റിലീസായ ശരവഞ്ചരം എന്ന സിനിമയിലൂടെയാണ്. അത് ആ കാലഘട്ടത്തിൽ ഒരുപാട് തരംഗം സൃഷ്ടിച്ചു. അതിന്റെ പ്രമേയത്തിന്റെ ഒരു വ്യത്യസ്തത കൂടി അതിനൊരു പ്രധാന കാരണമാണ്. സാധാരണ മറ്റൊരു സംവിധായകൻ ചെയ്താൽ പാളിപ്പോയേക്കാവുന്ന ഒരു പ്രമേയം ഒട്ടും അതിന്റെ അതിർവരമ്പുകൾ കടക്കാതെ കൃത്യമായ അളവിൽ തന്നെ ഹരിഹരൻ എന്ന സംവിധായകൻ ആ സിനിമ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. D.H. ലോറൻസ് എന്ന ഇംഗ്ലീഷ് സാഹിത്യകാരൻ എഴുതിയ വളരെ പ്രശസ്തമായ ഒരു നോവൽ ലേഡി ചാറ്റർലീസ് ലവർ, ആ കഥ മനസ്സിൽ വെച്ചുകൊണ്ട് അതിന്റെ പ്രമേയത്തോട് സാമ്യപ്പെടുത്തി പ്രഗത്ഭനായ സാഹിത്യകാരൻ മലയാറ്റൂർ രാമകൃഷ്ണൻ എഴുതിയ കഥയാണ് ശരവഞ്ചരം. ഇനിയും ഒരുപാട് നല്ല ക്ലാസിക് സിനിമകൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രചോദനമാകും. ഏപ്രിൽ 25 ഈ സിനിമ റിലീസാണ്. ഏറ്റവും പുതിയ ആധുനിക സാങ്കേതിക ഡിജിറ്റൽ സാങ്കേതിക മികവിൽ തന്നെയാണ് ഈ സിനിമ റിലീസാകുന്നത്. കേരള മാത്രം, പിന്നെ ഔട്ട്സൈഡ് കേരള സെപ്പറേറ്റ് തിയേറ്റർ, 10-15 തിയേറ്റർ ഔട്ട്സൈഡ് കേരളക്കാണ്. ഇതിപ്പോൾ ബോംബെ, നാഗ്പൂർ എല്ലാ സ്ഥലത്തും ഓരോ സ്ക്രീൻസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. മാക്സിമം തിയേറ്റർ നോക്കുന്നുണ്ട്. ഏപ്രിൽ 22 ഇപ്പോൾ 2 വലിയ പടം കയറി വന്ന കാരണം കുറച്ച് ടഫുണ്ട്. നമ്മൾ അനൗൺസ്മെന്റ് ചെയ്യാൻ സമയത്ത് മോഹൻലാലിന്റെ പടമൊന്നും ഉണ്ടായില്ല. സഡൻ ആയിട്ട് കയറി വേണം കുറച്ച് തിയേറ്റർ നമുക്ക് എന്തൊക്കെ ഉണ്ട്. അപ്പം മാക്സിമം ചെയ്യേണ്ട ഫാൻകാരെല്ലാം കുറേ സപ്പോർട്ടുണ്ട്. തിയേറ്റർക്കാർ മാക്സിമം തിയേറ്റർ തറ എല്ലാം കൺഫേം ചെയ്തിട്ടുണ്ട്.